വേനൽ മഴയ്ക്ക് പിന്നാലെ ജില്ലയിൽ ഡെങ്കിപ്പനി കേസിലും വർധന. മെയ് 25 വരെയുള്ള കണക്കുകളിൽ 178 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 700 പേരിൽ ഡെങ്കിപ്പനി സാധ്യതയുമുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജലജന്യ രോഗങ്ങളിലും വർധനയാണ് ജില്ലയിൽ കാണിക്കുന്നത്. മഞ്ഞപ്പിത്തം, എലിപ്പനി, മലേറിയ തുടങ്ങിയവയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. മഞ്ഞപ്പിത്തം 8, എലിപ്പനി 6, മലേറിയ 59 എന്നിങ്ങനെയാണ് ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലേറിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർക്കാണ്. ഡെങ്കിപ്പനി കേസുകളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനമാണ് ഇത്തവണ. കഴിഞ്ഞ വർഷം മെയ് വരെ 34 പേർക്ക് മാത്രമാണ് ഇടുക്കിയിൽ ഡെങ്കിപ്പനി പിടിപെട്ടത്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഡെങ്കിപ്പനി കേസുകളിൽ വർധനയുണ്ടാകുന്നതായാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അന്തർ സംസ്ഥാന തൊഴിലാളികളിലാണ് മലമ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. സ്വദേശത്ത് പോയി മടങ്ങി വരുന്നവർക്ക് മലമ്പനി പിടിപെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പരിശോധന നടത്തുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഡെങ്കിപ്പനിയും മലമ്പനിയും പരത്തുന്ന കൊതുകുകൾ പെറ്റുപെരുകാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശവും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളടക്കം ഊർജിതമാക്കാനും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി സംശയിക്കുന്നവരുടെ എണ്ണവും ഉയരുകയാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിൽ 700 പേർക്കാണ് ഡെങ്കിപ്പനി സംശയിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം കേസുകളിൽ ഇനിയും വർധനയുണ്ടാകാനാണ് സാധ്യത. മഞ്ഞപ്പിത്തവും ഈ മാസം റിപ്പോർട്ട് ചെയ്തു. 5 പേർക്ക് രോഗം സംശയിച്ചതിൽ ഒരാൾക്ക് സ്ഥിരീകരിച്ചു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലയിൽ അതിജാഗ്രത പുലർത്തുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ് പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നുവരികയാണെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.